അയ്യപ്പ ഭക്തന്മാരുടെ പ്രവാഹത്തെ തിരിച്ചുവിടാനാണ്, ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം ഒരു വിശ്വാസികളുടെയും ക്ഷേത്രത്തിൻ്റെയും ഒക്കെ നടപടിക്രമങ്ങളെ തകർക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. ഈ ശബരിമലയെ തകർക്കാനും വിശ്വാസികൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനെയും എതിർക്കുന്നൊരു നിലപാടാണ് UDF പ്രത്യേകിച്ച് കോൺഗ്രസ് സ്വീകരിച്ചത്. കോൺഗ്രസ് ഈ ശബരിമല പ്രശ്നം എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? നമ്മുടെ തെലുങ്കാനയിൽ നിന്ന്, ആന്ധ്രയിൽ നിന്ന്, കർണാടകത്തിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന് ഒക്കെ ധാരാളം ഭക്തജനങ്ങൾ പ്രവഹിച്ചു വരികയാണ് ശബരിമലയിലേക്ക്. അങ്ങനെ ശബരിമലയിലേക്ക് അയ്യപ്പ ഭക്തന്മാരുടെ സന്ദർശനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഈ സംസ്ഥാനങ്ങളിലൊക്കെ സമരം നടത്തിയ പാർട്ടിയാണ് കോൺഗ്രസ്. ഈ ശബരിമല പ്രശ്നം പറഞ്ഞുകൊണ്ട് സമരം നടത്തുന്നതിൻ്റെ ലക്ഷ്യമെന്താ? അയ്യപ്പ ഭക്തന്മാരുടെ പ്രവാഹത്തെ തിരിച്ചുവിടാനാണ്, ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം ഒരു വിശ്വാസികളുടെയും ക്ഷേത്രത്തിൻ്റെയും ഒക്കെ നടപടിക്രമങ്ങളെ തകർക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾ 4 സ്ഥലങ്ങളിലും ഈടെ ഏത് ഭൂരിപക്ഷം ന്യൂനപക്ഷം അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ട സൗകര്യം ഒരുക്കി കൊടുക്കുക അയ്യപ്പ സന്നിധാനത്തിൽ. ശബരിമലയെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള പ്രശ്നം ഈ അയ്യപ്പ സംഗമത്തെ പൊളിക്കാൻ വേണ്ടി നടന്നു. അതിനൊരു പോറ്റിയെ അവതരിപ്പിച്ചു. പോറ്റിയെ അവതരിപ്പിച്ചപ്പോൾ പോറ്റിയിൽ നിന്ന് പുറത്തു വന്ന കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെയും പോലീസിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ തന്നെ നടപടികൾ സ്വീകരിച്ചു. ആ നടപടിയുടെ ഫലമായിട്ട് ശബരിമല സന്നിധാനത്തിൽ നടത്തിയിട്ടുള്ള എല്ലാ തട്ടിപ്പുകളെക്കുറിച്ചും വളരെ ഗഹനമായി പഠിച്ച് പരിശോധിച്ച് ശക്തമായ നടപടി സ്വീകരിച്ച് പലരും ഇന്ന് ജയിലിലല്ലേ? പോലീസ് എത്ര സമർത്ഥമായ നിലപാടാണ് സ്വീകരിച്ചത്. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ കോടതിയും ഒക്കെ അതിനോട് നല്ലതുപോലെ സഹകരിച്ചു. കോടതി ഇടപെട്ടു. ഇതെല്ലാം നല്ല നിലയിലല്ലേ കേരളത്തിലെ ഗവൺമെൻറ് കൈകാര്യം ചെയ്തത്? അതിന് എവിടെയെങ്കിലും വിമർശിക്കാൻ ആർക്കെങ്കിലും സാധിക്കൂ? പിന്നെ വിമർശനവും നശീകരണ വാസനയുമുള്ള ഒരു പാർട്ടിയാണ് കടകംപള്ളിയൊന്നും അല്ല അതിന് മറുപടി പറയേണ്ടത്, ദേവസ്വം ബോർഡാണ്. കോടതിയുടെ ഇടപെടൽ വളരെ ഫലപ്രദമായിരുന്നു. ആ ഫലപ്രദമായത് കോടതിയുടെ കൂടി ഒരു പിന്തുണയും കരുത്തും. അതൊരു ഇത് പാർട്ടി നോക്കിയിട്ടൊന്നും അല്ല നിലപാട്. ഇതിലെല്ലാം നോക്കിയാൽ കൂടുതൽ ആളുകളും UDFകാരാണ് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരാണ്. ഇവിടെ പാർട്ടിയല്ല പ്രശ്നം. ശബരിമല സന്നിധാനത്തെ കളങ്കപ്പെടുത്തുക, ശബരിമലയുടെ സ്വത്തുക്കൾ കവർച്ച ചെയ്യുക, അവിടെ പലതരത്തിലുള്ള തട്ടിപ്പ് നടത്തുക, ഇതൊന്നും അവിടെ അനുവദിക്കില്ല. ഈ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും പ്രവർത്തിച്ചില്ലേ? അതിനെയല്ലേ പ്രശംസിക്കേണ്ടത്? കോടതിയുടെ നിലപാടുകൾ, ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഗവൺമെൻറ്റിനും കരുത്ത് നൽകി. അതുകൊണ്ട് തന്നെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു. എല്ലാവരും ജയിലിലല്ലേ? അത്രയും ഒരു നിലപാട് സ്വീകരിച്ച ഗവൺമെൻറ്റിനെ പ്രശംസിക്കുന്നതിന് പകരം ഈ കുറ്റം ചെയ്തവരെ രക്ഷിക്കുന്നതിന് വേണ്ടി എന്തിനാ കോൺഗ്രസ് നടക്കുന്നത്? അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ശബരിമലയിൽ നടന്നിട്ടുള്ള തട്ടിപ്പിനെ പുറത്തു കൊണ്ടുവരാനും അവർക്ക് നേരെ നടപടിയെടുക്കാനുമുള്ള നടപടിയെടുക്കുന്ന ഗവൺമെൻറ്റിനെ സഹായിക്കാനല്ല, ഈ കുറ്റവാളികളെ സംരക്ഷിക്കാനാണ് ഇപ്പോഴും കോൺഗ്രസ് പാർട്ടി UDF നടന്നുകൊണ്ടിരിക്കുന്നത്, BJP നടന്നുകൊണ്ടിരിക്കുന്നത്. BJPയുടെ പരിശ്രമങ്ങളെല്ലാം അതിൻ്റെ ഒരു ഭാഗമാണ്. ഇവർ രണ്ടുപേരും കൂടി ചേർന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ സംവിധാനത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെൻറ് നല്ല നിലപാടാണ് സ്വീകരിച്ചത്. പോലീസ് വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു. ഇനിയും ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കും. എല്ലാ ക്ഷേത്രങ്ങളെയും കാത്തു സൂക്ഷിക്കാനും അതിൻ്റെ പരിപാവനത നിലനിർത്താനും ഇടതുപക്ഷ ഗവൺമെൻറ് എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്.